Hi friends, എല്ലാവർക്കും AbduTalks പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ റേഷൻ കാർഡിലെ നമ്മുടെ ഫോൺ നമ്പർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ റേഷൻ കാർഡ് ഉടമയും നമ്മുടെ റേഷൻ കാർഡിലെ അംഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, അതായത് മകൻ മകൾ എന്നുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ നമ്മുടെ ഇലക്ഷൻ ID, നമ്മുടെ ജനന തീയതി, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് പ്രൊസീജിയർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് കേരള സിവിൽ സപ്ലൈ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് കാണാം. അതായത് സിവിൽ സപ്ലൈസ് kerala.government.in എന്ന ഈ വെബ്സൈറ്റ് ലിങ്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി വരുന്ന വിൻഡോയുടെ മുകളിലായി നമുക്ക് 3 ഓപ്ഷൻ കാണാം. അതായത് ഇ സർവീസസ് ലോഗിൻ, അക്ഷയ ലോഗിൻ, സിറ്റിസൺ ലോഗിൻ. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ ആണ്. തുടർന്ന് വരുന്ന വിൻഡോയിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഓൾറെഡി നിങ്ങൾക്ക് മുൻപ് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ യൂസർ ID പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന വിൻഡോയിൽ ഇവിടെ മുകൾ ഓൾറെഡി നോ എന്ന ഓപ്ഷൻ ടിക്ക് ആയിട്ടുണ്ടാകും. അതായത് നിങ്ങളിപ്പോൾ പുതിയ റേഷൻ കാർഡ് ID കാർഡ് അപേക്ഷിക്കുന്നതിൽ മാത്രം നിങ്ങളുടെ യെസ് കൊടുക്കുക, അതല്ല എങ്കിൽ നിങ്ങളുടെ നോ തന്നെ ടിക്ക് ചെയ്യുക. ഇനി താഴെ ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ടേംസ് ഇത് അഗ്രി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പറും നിങ്ങളുടെ റേഷൻ കാർഡും തമ്മിൽ ഈ ബട്ടൺ നെക്കിയിട്ട് വാലിഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ വാലിഡേറ്റ് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ റേഷൻ കാർഡിൽ അതായത് റേഷൻ ഉടമയുടെ പേര് ഇവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഒന്നും സാധിക്കില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ ഒരു യൂസർ ID നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഒരു 10 അക്ക മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന ക്യാപ്ച കോഡും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ വാലിഡേറ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ യു ആർ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇതിനു മുമ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ വല്ല കോമൺ സർവീസ് സെൻറ്ററിലോ വല്ല അക്ഷയ സെൻറ്ററിലോ ഒക്കെ പോയപ്പം അവർ അവിടുന്ന് ക്രിയേറ്റ് ചെയ്തായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ആകെ സാധിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത യൂസർ IDയും രജിസ്റ്റേർഡ് ഈ മെയിൽ ID നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഇവിടെ കാണുന്ന മെയിൽ ID rcmskerala@gmail.com എന്ന മെയിൽ IDയിലേക്ക് നിങ്ങളൊരു ഇമെയിൽ അയക്കുക. അതായത് ഞാൻ ഇന്ന നമ്പർ റേഷൻ കാർഡിൻ്റെ ഉടമയാണ്, എനിക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, എൻ്റെ ഓൾറെഡി ഒരു അക്കൗണ്ട് ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കണം. നിങ്ങളൊരു മെയിൽ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം 3 hours തന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടും. അങ്ങനെ നിങ്ങൾ ഓൾറെഡി പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതല്ല എങ്കിൽ നിങ്ങളുടെ പഴയ അക്കൗണ്ട് നിങ്ങൾ റിട്രീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ യൂസർ IDയും നിങ്ങളുടെ പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന പേജിൽ നിങ്ങളുടെ പഴയ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങൾ മുൻപ് സമർപ്പിച്ച ഒരു അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഒരു കോമൺ ഹെൽപ്പ് സർവീസ് സെൻറ്റർ വഴിയോ ഒക്കെ സമർപ്പിച്ചിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏതൊരു അപേക്ഷ സമർപ്പിക്കണമെങ്കിലും നിങ്ങൾ മുകളിൽ കാണുന്ന ഇ സർവീസസ് എന്ന ഈ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മുടെ റേഷൻ കാർഡിലെ ഉടമയുടെ ഫോൺ നമ്പർ, ഉടമയും അംഗങ്ങളും തമ്മിലുള്ള ബന്ധം, അതായത് മകൻ, ചെറുമകൻ, ഭർത്താവ്, അങ്ങനെയുള്ള ബന്ധങ്ങൾ, അതുപോലെ അംഗങ്ങളുടെയൊക്കെ ജനന തീയതി, നമ്മുടെ ഇലക്ഷൻ ID ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഈ കാണുന്ന ജനറൽ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഓപ്ഷനിലൂടെ നമുക്ക് ഇതിന് പുറമെ നമ്മുടെ വീടിൻ്റെ വിസ്തീർണം, അതല്ലെങ്കിൽ നമ്മുടെ വരുമാനം, പിന്നെ നമ്മുടെ വീട്ടിലുള്ള 4 ചക്ര വാഹനം, ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുവഴി അപേക്ഷ സമർപ്പിച്ചാൽ അത് തീർപ്പാവണമെങ്കിൽ നിങ്ങൾ നേരിട്ട് സിവിൽ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോൺ നമ്പറും ജനനത്തീയതിയും ഇലക്ഷൻ ID യും ഉടമയുമായുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം.
ഇവിടെ കാണുന്ന ജനറൽ ഡീറ്റെയിൽസ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടെ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഒരു ഇലക്ട്രോണിക് രൂപം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതായത് റേഷൻ ഉടമയുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ റേഷനിലുള്ള അംഗങ്ങളുടെ പേരും അവരുടെ ജനനത്തീയതിയും അവരുടെ ഇലക്ഷൻ ഐ ഡി ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇലക്ഷൻ ഐ ഡിൻ്റെ താഴെ ഇലക്ഷൻ ഐ ഡി ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറും ഈ അംഗങ്ങളുടെ ജനനത്തീയതി, ഇലക്ഷൻ ഐ ഡി ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങൾ താഴെ ഈ ഏരിയയിലാണ് നമ്മൾ വരേണ്ടത്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കാർഡ് ആട്രിബ്യൂട്ട്സ്, ഒന്ന് ഫാമിലി ആട്രിബ്യൂട്ട്സ്. ഈ കാർഡ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് നമ്മുടെ വാർഡ് നമ്പർ, നമ്മുടെ വീട്ട് നമ്പർ, നമ്മുടെ റേഷൻ കാർഡ് ഉടമയുടെ ഫോൺ നമ്പർ, ഇനി റേഷൻ കാർഡിൽ ഉടമയ്ക്ക് എന്തെങ്കിലും വാഹനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ, ഇനി നമ്മുടെ റേഷൻ കാർഡ് ഉടമയുടെ കൈവശമുള്ള ഭൂമി, അത്തരം നമ്മുടെ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനായി നിങ്ങൾ ആദ്യം ഇവിടെ കാർഡ് ആട്രിബ്യൂട്ട്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഗോ എന്ന ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പാരാമീറ്റർ, അതായത് ഏത് ഘടകമാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി ഉദാഹരണം നിങ്ങൾക്ക് ഫോൺ നമ്പറാണ് മാറ്റേണ്ടതെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗോ എന്ന ബട്ടൺ നോക്കിയിട്ട് പുതിയ ഫോൺ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് മാറ്റുന്നതിനുള്ള കാരണം, അതായത് നിങ്ങൾ ഡാറ്റ എൻട്രിയിൽ എന്തെങ്കിലും തെറ്റാണോ അല്ല ഫോൺ നമ്പർ മാറ്റിയത് കൊണ്ടാണോ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ട് ഈ അപേക്ഷ സേവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അംഗങ്ങളുടെ വിവരങ്ങൾ, അതായത് അംഗങ്ങളുടെ ജനനത്തീയതി അല്ലെങ്കിൽ അവരുടെ എലക്ഷൻ ഐ ഡി, അങ്ങനെയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആട്രിബ്യൂട്ട്സ് നെക്കണം. ഇപ്പം എനിക്കിവിടെ ഫാമിലി ആട്രിബ്യൂട്ട്സ് നെക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം നമുക്ക് ഒരു സമയത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നെങ്കിൽ കാർഡ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആട്രിബ്യൂട്ട്സ്. ഇത് ഒന്നിനെ നമ്മൾ അപേക്ഷിച്ചിട്ട് ആ അപേക്ഷയിൽ തീർപ്പുണ്ടായതിനു ശേഷം മാത്രമേ നമ്മൾക്ക് മറ്റൊരു ഘടകം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കാർഡ് ആട്രിബ്യൂട്ട്സിൽ തന്നെ ഒരേ സമയത്ത് നമുക്ക് എല്ലാം മാറ്റാവുന്നതാണ്. പക്ഷേ ഒരേ സമയത്ത് കാർഡിലെയും ഫാമിലിയിലെയും വിവരങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഫാമിലി ആട്രിബ്യൂട്ട്സ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ക്ലിക്ക് ചെയ്ത അപേക്ഷ നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ക്ലിയർ എന്ന ബട്ടൺ നോക്കിയിട്ട് ഇനി ഫാമിലി ആട്രിബ്യൂട്ട്സ് നോക്കിയിട്ട് നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഈ ഗോ എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഗോ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഈ ഫാമിലി ആട്രിബ്യൂട്ട്സ് എന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുള്ളൂ. ഇനി നമ്മൾ ആദ്യം വേണ്ടത് ഈ ഫാമിലിയിലെ അംഗങ്ങളുടെ ആദ്യം ഒരു അംഗത്തിനെ നമ്മൾ സെലക്ട്, ഇപ്പോൾ ഏത് അംഗത്തിൻ്റെ ജനനത്തീയതിയെ മാറ്റണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഈ ഒരു അംഗത്തിൻ്റെ ജനനത്തീയതിയാണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ ഈ അംഗത്തിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അതിൻ്റെ ഘടകം, അതായത് നമുക്ക് ജനനത്തീയതി മാറ്റേണ്ടത് അതല്ലെങ്കിൽ ആ വ്യക്തിയും റേഷൻ ഉടമയും തമ്മിലുള്ള ബന്ധമാണോ മാറ്റേണ്ടത്, ഇനി അല്ലെങ്കിൽ എലക്ഷൻ ഐ ഡി നമ്പറാണോ മാറ്റേണ്ടത്, ഇനി ഏതാണ് ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഉദാഹരണം ജനനത്തീയതിയാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഗോ എന്ന ബട്ടൺ നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ അംഗത്തിൻ്റെ ജനനത്തീയതി നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ജനനത്തീയതി മാറ്റുന്നതിനുള്ള കാരണം, നമ്മൾ ഏത് വിവരങ്ങൾ അയക്കാനെല്ലാം ആ വിവരങ്ങൾ മാറ്റുന്നതിന് കാരണം കൊടുക്കണം. അതിനുശേഷം നമ്മൾ അപേക്ഷ ആദ്യം നമ്മൾ സേവ് ചെയ്യണം. ഇനി അപേക്ഷ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ജനനത്തീയതി മാറ്റം വരുത്തിയതിനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പം അത് നമ്മളിവിടെ ആദ്യം നമ്മൾ ഏത് മെമ്പറിൻ്റെതാണോ അപ്ഡേറ്റ് ചെയ്തത് ആ മെമ്പറിനെ നമ്മളിവിടെ ആദ്യം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ അതിനുള്ളൊരു ഡോക്യുമെൻ്റ്, അതായത് ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുന്നതെങ്കിൽ ജനനത്തീയതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് തന്നെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്കിവിടെ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തതിന് കൊടുത്തും നിങ്ങൾക്ക് ഇത് അപേക്ഷ പ്രിവ്യൂ ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് അംഗങ്ങളുടെ ഒന്നിലധികം വിവരങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജനനത്തീയതിക്ക് പുറമെ ഞങ്ങളുടെ എലക്ഷൻ ഐ ഡി കൂടി, ഇതേ അംഗത്തിൻ്റെ എലക്ഷൻ ഐ ഡി കൂടി ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും മെമ്പറിനെ സെലക്ട് ചെയ്തിട്ട് ഇത് ഏത് പാരാമീറ്റർ, അതായത് ഏതാണ് നമ്മൾക്ക് മാറ്റേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഗോ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ എലക്ഷൻ ഐ ഡി ആണെങ്കിൽ നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് തന്നെ അയക്കാനാൽ നമ്മൾ അതിനുള്ള കാരണം കൊടുക്കണം. ഇനി ഡാറ്റ എൻട്രിയിലെ പിഴവാണോ, ഞാനിപ്പോൾ ഏതായാലും പുതുതായി ഐ ഡി ലഭിച്ചു എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം അത് നമ്മൾ വീണ്ടും സേവ് ചെയ്യുക.
ഞാനിപ്പോൾ ഇവിടെ എല്ലാ അംഗങ്ങളുടെയും ഇലക്ഷൻ ID ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതായത് ഓരോ അംഗത്തിൻ്റെയും ഏത് പാരാമീറ്ററാണ് നിങ്ങൾ ചേഞ്ച് ചെയ്തതെന്നും ഏതാണ് പുതിയ നമ്പർ എന്ന് നിങ്ങൾ കാണാവുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാം ആയ ശേഷം നിങ്ങൾക്ക് ഈ അപേക്ഷ നിങ്ങൾക്കൊന്ന് പ്രിവ്യൂ ചെയ്യാവുന്നത്. അതായത് നമ്മുടെ അപേക്ഷയുടെ മൂന്നാമത്തെ ഘട്ടമായ അപേക്ഷ ഒന്ന് വായിച്ച് ഒന്ന് നോക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ പ്രിവ്യൂ എന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതോടുകൂടെ നിങ്ങളുടെ അപേക്ഷ നിങ്ങളുടെ ഒരു ഇലക്ട്രോണിക് രൂപത്തിൽ ഫിൽ ചെയ്ത ഒരു അപേക്ഷ നിങ്ങൾ കാണാം. അതിലെല്ലാ വിവരങ്ങളും നിങ്ങൾക്കൊന്ന് വായിച്ച് അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നോക്കാം. ഇനി തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ അപേക്ഷ നിങ്ങൾക്കൊന്ന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ വേണ്ടത് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത അപേക്ഷ ഇവിടെ ഈ പ്രിൻ്റ് എന്ന ബട്ടൺ നോക്കിയിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ഈ അപേക്ഷ ഈ റേഷൻ കാർഡിൻ്റെ ഉടമ ഈ ഏരിയയിൽ അവർ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് സൈൻ ചെയ്ത അപേക്ഷ നിങ്ങളിവിടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ അപേക്ഷ അറ്റാച്ച് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഈ അപേക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. നമ്മൾ വേണ്ടത് അപേക്ഷ ജസ്റ്റ് അതായത് ഫൈനലായിട്ട് ഒന്ന് സമർപ്പിച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി നിങ്ങളിവിടെ കാണുന്ന ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടെ നമ്മുടെ അപേക്ഷ ഫൈനലായി സമർപ്പിച്ചതായും ഈ ഒരു അപേക്ഷ നമ്പർ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾ ഹോം പേജ് പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് സമർപ്പിച്ച അതായത് നമ്മളിപ്പോൾ മുമ്പ് സമർപ്പിച്ചതായിട്ട് എല്ലാ അപേക്ഷകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിപ്പോൾ അതായത് ഇത് 15/1/2021 സമർപ്പിച്ച അപേക്ഷയാണ് ഇത്. അപ്പോൾ ഇത് ജസ്റ്റ് റിസീവ്ഡ് എന്നാണ് കാണുന്നത്. ഇനി ഇതുപോലെ അപ്രൂവ്ഡ് എന്നാണ് നിങ്ങളുടെ ഈ അപേക്ഷ വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ സൈൻ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിങ്ങളുടെ ഒറിജിനൽ റേഷൻ കാർഡുമായി നിങ്ങൾക്ക് റേഷൻ ഷോപ്പിൽ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ നമ്മളിവിടെ ജനതീയതി മറ്റ് വിവരങ്ങളൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനായിട്ടൊരു പുതിയ റേഷൻ കാർഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ പേരുകളൊക്കെ നമ്മൾ അഡ്രസ്സൊക്കെ മാറ്റുന്നെങ്കിൽ മാത്രമേ ഒരു പുതിയ റേഷൻ കാർഡ് വാങ്ങിക്കേണ്ടതുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ജനതീയതിയും ഇലക്ഷൻ ID ഒക്കെ മറ്റു വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇനി അതല്ല നിങ്ങളുടെ ഇൻകം മറ്റു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പോയിട്ട് പുതിയ റേഷൻ കാർഡ് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇതോടുകൂടെ നമ്മുടെ റേഷൻ കാർഡ് നമ്മുടെ വിവരങ്ങളായ അതായത് നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ജനതീയതി, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ടോ, നമ്മുടെ കാർഡ് ഉടമയ്ക്ക് എത്ര ഭൂമിയുണ്ട്, അല്ലെങ്കിൽ കാർഡ് ഉടമയുടെ വരുമാനം എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈനിൽ അപേക്ഷിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.